മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് അർത്ഥവും വെളിച്ചവുമേകിയ ഈ മണലാരണ്യത്തിൽ ഓരോ മനുഷ്യനെത്തുമ്പോഴും കുടുംബത്തിന്റെ സന്തോഷത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കുന്നു. പക്ഷേ ഒരു ലക്ഷ്യബോധവുമില്ലാതെ ഇവിടെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടുന്ന രണ്ട് യുവാക്കൾ. അപൂർവം ചിലർക്ക് കിട്ടുന്ന സൗഭാഗ്യം പോലെ നല്ലൊരു കമ്പനിയിലായിരുന്നു ഇവർ വന്നെത്തിയത്. എന്നിട്ടോ ഹലോ, ഇവൻ ബഷീർ ഇന്ന് നല്ല സന്തോഷത്തിലാണ്. അതിന് കാരണമുണ്ട്. ഓക്കേടാ, സീ യു ടുമോറോ. ഓക്കെ. കുമാരേട്ടാ, എല്ലാം ശരിയായി. ഡ്രസ്സും കിട്ടി. നാളെ ജോയിൻ ചെയ്യണം. ഉണ്ടടാ മോനെ, ഗുഡ്. കിടന്നോളി കുമാരേട്ടാ, നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ? ശരി മോനെ. റിയാസേ, അപ്പം നാളെ കയറൂട്ടാ. ശരി. ഇവനാണ് റിയാസ്. പൊൻപൊരിക്കൽ തൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരൻ ഒരു ആക്സിഡൻറ്റിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതുവരെയും ആ ഷോക്കിൽ നിന്നും മുക്തിയാവാതെ മദ്യത്തിൻ്റെ അടിമയായി ജീവിതത്തെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനേ വീട്ടിലേക്ക് ഒന്ന് വിളിക്കട്ടെ. കുമാരേട്ടാ, ഇന്ന് ഞാൻ ഒരുപാട് കുടിച്ചു. കാരണം എന്താ, അവനേക്കാളും മുന്നേ ഞാനിവിടെ വന്നു. ഒരുമിച്ച് ചായ കൊടുക്കലായിരുന്നു പണി. നാളെ പോ ഞാൻ അവന് ചായ കൊണ്ടെടുക്കണം. അവന്റെ പരിശ്രമത്തിന്റെ ഫലം. അല്ലാണ്ട് നിന്നെ പോലെ എന്ത് പരിശ്രമം? നാളെ ഒരു വണ്ടി ഇടിച്ച് പണി കഴിഞ്ഞാൽ ശ്രമിച്ചതും പഠിച്ചതും ബാക്കി. നിർത്തട. നിന്നോട് സംസാരിച്ച എന്റെ പ്രഷർ കൂടും. ഉറങ്ങാൻ നോക്ക്. ഇത് കുമാരേട്ടൻ, ഒരു ഓൾഡ് പ്രവാസി. പറഞ്ഞ് ഒരുത്തനെങ്കിലും കാര്യബോധമുണ്ടായ സന്തോഷത്തിലാണ് പുള്ളിക്കാരൻ. കഴിഞ്ഞു പോയ മാസങ്ങൾ ഇദ്ദേഹത്തിന് ഓർക്കാതിരിക്കാൻ കഴിയില്ല. എടാ റിയാസേ, ബഷീറേ, എണീക്കടാ. പണിക്ക് പോകണ്ടേ? ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രണ്ടെണ്ണം. പണി 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 പണി. ഉറങ്ങാനും പറ്റൂല, പണ്ടാറ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരു വിജയനും ദാസനും. हाय भाई साहब, अभी काम करो, मैं अभी ऑफिस में मैं तरतीब करेगा. ओके. ഗുഡ് മോർണിംഗ് സർ. हेलो. yes, good morning. yeah, Asha speaking. yeah your quotation already expected, no problem. okay. ഓവർ ടൈമാ കറല്ലേ? ഇത്ര മജബൂതായി ക്ലീൻ ചെയ്യണ്ട, നാളും ചെയ്യണ്ടല്ലേ? നീ രണ്ടിന് പോക്കണ്ട. പിന്നെ
എല്ലാരും പോണതല്ലേ. കാര്യം കഴിഞ്ഞാൽ ക്ലീൻ ആക്കൂലേ? അല്ലാണ്ട് പിന്നെ എന്തിനാണ് ക്ലീൻ ആക്കണേ? നാളെ പോണ്ടതല്ലേ? അകണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം നിക്കണേ. നിർത്തടാ, റഫീഖ കേട്ടോ നിന്ന് ഓടിച്ചിട്ട് അടിക്കും. എൻ്റെ മക്കളെ, നിങ്ങൾ നശിക്കരുത്. ചങ്ങായി തുടങ്ങി പണ്ടാറടങ്ങല്. ജീവിതം കുട്ടിക്കളിയല്ല, കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവും. ബഷീറിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, റിയാസിന് ഡ്രൈവിംഗും അറിയാം. നിങ്ങളുടെ കാര്യം ആ മാനേജറോട് പറഞ്ഞാൽ വേണ്ടത് ചെയ്തു തരില്ലേ? കിട്ടിയ കാശിന് മൊബൈലും കള്ളും. എന്നിട്ട് വേണം വണ്ടി ഇടിച്ച് ചാവാൻ. ഉമ്മാരേടാ, നമ്മൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് വലിയ നിലയിലാവുമ്പോഴായിരിക്കും മരിച്ചാണ് പോണത്. അതോടെ എല്ലാം കഴിഞ്ഞില്ലേ? ഇല്ലടാ ബഷീറേ? മരണം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എല്ലാവരും മരിച്ചു പോകേണ്ടത് തന്നെയാണ്. ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുകയായിരുന്നെങ്കിൽ ഈ ലോകം തന്നെ ഉണ്ടാവില്ലടാ. മരിച്ച് ജീവിക്കാതെ ജീവിച്ച് മരിക്കാൻ നോക്ക്. ഉള്ള കാലം അടിച്ചാണ് പൊളിച്ച് ജീവിക്കുക, അല്ല ഉണ്ടാക്കാനാ. എന്തേ, നിങ്ങൾ പണിക്ക് പോയില്ലേ? ഇന്ന് പോയില്ല. എന്താ നിങ്ങൾക്ക് ഓവർ ടൈം ഉണ്ടായിരുന്നോ? ഇത് കളയണ്ടല്ലോ, ഒരുപാട് പ്രശ്നങ്ങളാണേ. എന്നാ പോട്ടെ മക്കളെ. പാവം. കഷ്ടം. അഷ്റഫി, ഫീ വേഗം ചെല്ലേ. നിങ്ങളെന്താ തമാശ കളിക്കുക? എപ്പോഴും ഒരു ലീവ് എടുക്കല്. ഇനി ലീവ് എടുത്താണ്ടല്ലോ, നിങ്ങൾക്ക് ഇനി ഒരുപാട് സമയമുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ ഒന്നാണ്. എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഞാനിന്ന് ഇരിക്കണ ഈ സീറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നിങ്ങൾ ശ്രമിക്കുക. എന്നും ഈ ഓഫീസ് ബോയ് ആയിട്ട് നിന്നാൽ മതിയാ. എന്താടാ ആ മാനേജർ പറഞ്ഞതിൽ കാര്യണ്ടാ. കല്ലി വല്ലി മാനേജർ ആടെ ഒരു ഉപദേശം. ഹായ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾ ഉണ്ടാവണം, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. പലപ്പോഴും ലക്ഷ്യം ഇല്ലാതെ പോകുന്നതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ഒരു കുതിരയുടെ പുറത്ത് നമ്മൾ ഇരുന്ന് ഓടിക്കുകയാണെന്ന് വിചാരിച്ചു. നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് കുതിരയാണോ അതോ അത് ഓടിക്കുന്നത് നമ്മളാണോ? ഒന്ന് ഓർത്തു നോക്കിയേ, നമ്മളല്ലേ. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുക? ആ കുമാരേട്ടൻ ഇന്ന് എത്ര കിലോമീറ്റർ ഓടി? നിങ്ങൾ കള്ളു കുടിച്ചിരുന്നോളൂ, കുറച്ച് കഴിയട്ടെ. ഷുഗറും കൊളസ്ട്രോളും പിടിച്ച് കാണാം. ഹലോ. ആ ആ ആ എപ്പെത്തി? എന്തൊക്കെ നാട്ടിൽ വിശേഷം? എന്ത് സുഖമാണ്, അങ്ങനെ പോണു. നിന്റെ വീട്ടിൽ യാത്ര പറയുമ്പോൾ വഴിയിൽ വെച്ച് നിന്റെ ആയുസമ്മാൻ്റെ മോള് തന്നതാ. എന്താ ചങ്ങ, നിങ്ങളെ നാട്ടിൽ ഇപ്പോഴും ഇന്റർനെറ്റും കുഴപ്പമൊന്നും എത്തിയില്ലേ? അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ബഷീർക്ക് അറിയാൻ, സ്വന്തം ഷഹാന. എനിക്കിവിടെ സുഖം തന്നെ, ഇക്കാക്കും സുഖമെന്ന് കരുതുന്നു. ഇപ്പോഴത്തെ കാലത്ത് ആരും കത്തയക്കാറില്ല. കണ്ടിട്ട് പോലും സംസാരിക്കാൻ പറ്റുന്ന കാലമാണ്. കത്താകുമ്പോൾ സൂക്ഷിച്ചു വെച്ച് ഇടയ്ക്ക് വായിക്കാനും ഓർമ്മിക്കാനും കഴിയും. പ്രധാനമായൊരു കാര്യമുണ്ട്. വീട്ടുകാർ എൻ്റെ കല്യാണാലോചനയ്ക്കുള്ള ശ്രമത്തിലാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഇക്കാക്കയ്ക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട്. മുറപ്പെണ്ണായതിനാൽ വീട്ടുകാരും പറയുമായിരുന്നു ബഷീറിനുള്ളതാണ് ഷഹാനയെന്ന്. പക്ഷെ ഇപ്പോൾ ബഷീറിന് ഇപ്പോഴും ഒരു കാര്യബോധമില്ലെന്നായി പറച്ചിൽ. ഇക്കയല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിലില്ല. മറിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.
ഇക്കാക്ക് വേണ്ടി എത്ര വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. എനിക്ക് വാക്ക് തരണം, വീട്ടുകാരെ മുന്നിൽ നന്നായി വരുമെന്നും എന്നെ കല്യാണം കഴിക്കുമെന്നും. എന്ന് ഇക്കാന്റെ സ്വന്തം ഷഹാന. ഇക്കല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിലില്ല. നിങ്ങൾക്ക് ഇനി ഒരുപാട് സമയമുണ്ട്. ബഷീറേ, ബഷീറേ, എന്നോടല്ലേ പറഞ്ഞത് വേണ്ടെന്ന് കൊണ്ടുപോകണം. നമസ്കാരം, ലൈൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വരുന്നു. സോറി സാർ, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീവിത സുരക്ഷയ്ക്കായുള്ള ഒരു പോളിസിയാണ്. ഒരെണ്ണം. അയ്യോ, ഇപ്പോൾ വേണ്ട. അപ്പൊ അടിക്കലുണ്ടല്ലേ? ആരും അറിയില്ല, ഒന്നടി. അതായത് ഈ ഇൻഷുറൻസിൽ അംഗമായാൽ നാട്ടിൽ സെറ്റിലാവുമ്പോൾ നാട്ടിൽ പോയി വല്ല രോഗവും പിടിച്ചാൽ. ഒരു മിനിറ്റ്, എൻ്റെ ഒരു സങ്കടം പറയട്ടെ. എന്നാലും ആ പന്നി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങക്ക് പ്രശ്നമല്ലല്ലോ? എന്ത് പ്രശ്നം? മാസത്തിൽ 250 ദിർഹംസ് മാത്രം അടച്ചാൽ മതി. ഉണ്ടായിരിക്കടാ പട്ടി. Mr. Bashir? Good. Very good. Anyway, we are really happy with your performance. Thank you, sir. You are selected. Thank you very much, sir. അസ്സലാമലൈക്കും. ഉമ്മാന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ഞാൻ വരുമ്പോ ഒരു മഹറും ഉണ്ടാകും. ആർക്കാണെന്ന് പറയണ്ടല്ലോ, ഓളെ വീട്ടിൽ പറഞ്ഞാളി. റിയാസ്, എടാ ഓഫീസിന്റെ അടുത്ത് വെച്ച് ബഷീറിനെ വണ്ടി ഇടിച്ചടാ. എന്ത്?
ഇതെന്ത് നാടെന്ന് വിചാരിച്ച് കം ടു ദ ഓഫീസ് നൗ. റിയാസെ സംശയിക്കണ്ട, ബഷീറിനാണത്. അതെ റിയാസെ, ബഷീർ മരിച്ചിട്ടില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലാന്ന് വെച്ചാൽ എന്താ ചെയ്യാ? അവന് വല്ല മെന്റൽ പ്രോബ്ലം ഉണ്ടോ? റിയാസിന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ പണ്ട് നാട്ടിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മൾ ഡോക്ടർ സാമിനെ ഒന്ന് കാണിച്ചാലോ? അവൻ എൻ്റെ ഒരു ഫ്രണ്ടാ. ഇതൊരു രോഗമായി പറയാൻ കഴിയില്ല. ചില മനുഷ്യർക്ക് ചില ഷോക്കിലൂടെയും ചിലർക്ക് സാധാരണയായി ഇത്തരം ചിന്തകൾ കണ്ടുവരാറുണ്ട്. ഇതിന് ട്രീറ്റ്മെൻറ്റ് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്കൊരു കാരണമുണ്ട്. ആ സ്ഥിതിക്ക് മറ്റൊരു ഷോക്കിലൂടെ ഒരുപക്ഷെ നമുക്ക് ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു ഷോക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സാറ്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. ഓക്കെ, പറയൂ. ഡോക്ടറുടെ ആംബുലൻസ് സംഘം വന്ന ഉടനെ ബഷീറിന്റെ ഇവിടുത്തെ ആംബുലൻസ് നിയമങ്ങൾ മാനിച്ചുകൊണ്ട് വളരെ ടൈമിങ്ങോടുകൂടി ആയിരിക്കണം കാര്യങ്ങൾ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് റിയാസിനെ റൂമിലേക്കും കൊണ്ടുപോകും. ഞാൻ ഡോക്ടർ നിബു സാഫിൽ. റിയാസിന്റെ മനസ്സിൽ ഇപ്പോൾ ബഷീർ മരിച്ചു ജീവിച്ചു. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവായ ഒരു ഫീലാണ് റിയാസ് ഇപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയാസ് ചിന്തിക്കുന്നത് വെറും മൈനസ് പോയിന്റ് മാത്രം, മരണത്തെ മാത്രം തേടിയുള്ള യാത്ര. മറിച്ച് പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് വരെ ഓരോരുത്തരും ജീവിക്കുകയാണെങ്കിലോ ജീവനുള്ളതെന്തും മരണപ്പെട്ടു പോകും. അത് പെട്ടെന്നാകാം, വൈകിയാകാം. അതിൽ നമ്മളാകാം, നമ്മുടെ ഉറ്റവരാകാം, ഉടയവരാകാം. പക്ഷേ നമുക്ക് ദൈവം തന്ന ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള ദൂരം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൽ ജീവിക്കേണ്ടത് ശ്രമങ്ങൾ കൊണ്ടാകണം, നല്ലതിലൂടെയും നന്മയിലൂടെയാകണം. ഇത്രയധികം റിസ്ക് എടുത്ത കൂട്ടുകാരനും സഹപ്രവർത്തകരും എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. ഇനിയെങ്കിലും റിയാസ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ വെരി ഗുഡ് മോർണിംഗ്. വെടക്കാവാന് അധിക സമയമൊന്നും വേണ്ട. ഒന്ന് മനസ്സ് വെച്ചാ നന്നാവാനും തീരെ സമയം വേണ്ട.